നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ ഒളിഞ്ഞും തെളിഞ്ഞും അള്ളുവെക്കാൻ ശ്രമിച്ച പലരും ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് കണ്ട് അപ്പോയിൻമെന്റ് എടുത്ത് സംസാരിക്കാൻ പ്രതിപക്ഷത്തിന്റെ കൂട്ടായ സഹായം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിലൊന്ന് ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയുടെ ആവശ്യങ്ങൾ തന്നെയാണ്. മമതാ ബാനർജി കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് AICCയുടെ ആസ്ഥാനത്ത് വരാൻ തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ചും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. പക്ഷേ കാലം വളരെയധികം വൈകിപ്പോയി. കൃത്യമായി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും സഖ്യം ചേർന്ന് 2011 അധികാരത്തിലെത്തിയ ഒരു സമയമുണ്ടായിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസിന് അവിടെ 184 സീറ്റുകളും കോൺഗ്രസിന് അവിടെ 50-ൽ കൂടുതൽ സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് തൃണമൂൽ കോൺഗ്രസ് 80-ന് താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ചുമ്മാ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ദീദി എന്നാണ് അധിർ രഞ്ജൻ ചൗധരി എന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത്. വലിയ രീതിയിലുള്ള രോക്ഷാകുലമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ കൃത്യമായി ഐക്യത്തോടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ബീഹാറിൽ നടന്ന വോട്ട് ചോർച്ച പോലെ വൻ രീതിയിൽ SIR നടപടിയിലൂടെ ബംഗാളിലും കള്ളക്കളി ആവർത്തിച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നുള്ളത് തന്നെയാണ് വീണ്ടും തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ മാത്രമല്ല, അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് BJP ഈ കള്ളക്കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ അതിർത്തിയിൽ നിന്നും കുടിയേറി പാർത്തവർ എന്ന രീതിയിൽ ലേബലൊട്ടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് അവരെ ഇന്ത്യക്കാരെ അല്ലാതെയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ സെൻസസ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ 10%-ലധികം ആളുകൾ രാജ്യത്തെ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താകും എന്നുള്ളത് എത്ര പേർക്കറിയാം? ഇത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന സത്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പൗരത്വം കൊടുക്കണമെന്നോ മറ്റും പറയാനായി ആരും ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല. പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് തന്നെ പല സാഹചര്യങ്ങളിലും അതൊന്നും ഒരു സമരമാർഗമായി നടത്തി മുന്നോട്ട് പോയി വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം മെയ് 4-ാം തീയതിക്ക് ശേഷം പിരിച്ചുവിടേണ്ട ആവശ്യമില്ല എന്ന് സഖ്യകക്ഷികൾ തന്നെ കോൺഗ്രസിനോട് അപേക്ഷിക്കുന്ന സാഹചര്യമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തമായി AICC നേതൃത്വം നേതാക്കളുമായി കൂടിയാലോചിച്ച് ഒരു പുനഃപരിശോധനാ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യമാണ് എടുത്തിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി പിരിച്ചുവിട്ട് UPA സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചല്ല, മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ SIR പോലുള്ള നടപടികളെ എങ്ങനെ പൊളിച്ചെടുക്കാം, എങ്ങനെ അതിനെ നിയമപരമായി നേരിടാം എന്നുള്ളത് ഉൾപ്പെടെയാണ് അവർ ആലോചിക്കുന്നത്. കാരണം ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും BJP ഇത് ആവർത്തിക്കാൻ വേണ്ടിയുള്ള കളികളാണ് കളിക്കുന്നത്. അതായത് 4-ൽ-3 ഭൂരിപക്ഷം നേടി ഭരണഘടനയെ മാറ്റിമറിക്കാനാണല്ലോ അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അത് നടത്തിയെടുക്കാൻ എന്ത് രീതിയിലുള്ള വഴിവിട്ട നീക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാറും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള പരാജയം.